അനുരാഗ പെയ്ത്ത്. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പുലർച്ചെ 5:30 മണിയായിട്ടും കുടക് മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന തണുത്ത കാറ്റിന് ശമനമുണ്ടായിരുന്നില്ല. കിഴക്ക് വെള്ളകീറി വരുന്നതേയുള്ളൂ. മുറ്റത്തെ മാവിൻ കൊമ്പിലേരകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികൾ ഓരോന്നായി മണ്ണിലേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന ആ താളം മാത്രമാണ് ആ തറവാടിന്റെ നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. പെട്ടെന്നാണ് പൂമുഖത്തെ വലിയ മരവാതിൽ പതുക്കെ തുറന്നത്. ഒരു കുഞ്ഞു പാദസരത്തിന്റെ കിലുക്കം. ആദ്യം പുറത്തേക്ക് വന്നത് തുളസി കതിരുകൾ കോർത്തു വെച്ച ഒരു പൂവട്ടിയാണ്. പിന്നാലെ ഈറമുടിയഴകൾ തോർത്തിന്റെ തുമ്പുകൊണ്ട് കെട്ടിവെച്ച് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് സുന്ദരിയായി നിൽക്കുന്ന മീര. മുറ്റത്തെ തുളസി തറക്ക് ചുറ്റും അവൾ നടക്കുമ്പോൾ കാറ്റ് അവളുടെ ചുറ്റും പ്രണയത്തോടെ വട്ടം ചുറ്റി. ഈറൻ മാറിയ കസവുമുണ്ടും നേരിയതും അവളിലെ ലാളിത്യത്തിന് മാറ്റുകൂട്ടി. കിണറ്റുകരയിലെ വെള്ളം കോരുന്ന ആ ശബ്ദത്തിന് പോലും ഒരു സംഗീതമുണ്ടായിരുന്നു. തൊടിയിലെ ഓരോ പൂവിനോടും കിന്നാരം പറഞ്ഞാണ് അവൾ പൂവട്ടി നിറച്ചത്. അവൾ നടന്നു പോകുമ്പോൾ വഴിയരികിലെ ചെടികൾ പോലും അവളുടെ സാമീപ്യം അറിഞ്ഞൊന്ന് തലയാട്ടി. മീര ഈ വീടിന്റെ വിളക്കാണെന്ന് നാട്ടുകാർ പറയുന്ന വെറുതെയല്ല. അവളുടെ കണ്ണുകളിൽ ഒരു കുസൃതിയുണ്ട്. ചുണ്ടിലെപ്പോഴും വിടർന്നു നിൽക്കുന്ന ഒരു പുഞ്ചിരിയും. നീലാംബരി, അതായിരുന്നു അവളുടെ തറവാടിന്റെ പേര്. പേര് പോലെ തന്നെ സംഗീതവും കലയും ഇഴചേർന്ന ഒരിടം. കരിങ്കല്ല് പാകിയ വലിയ മതിൽക്കെട്ടും ആനവാതിൽ വെച്ച് പടിപ്പുരയും കടന്നു വേണം അകത്തെത്താൻ. വീണുമ്പിൽ വലിയൊരു കൂത്തമ്പലമുണ്ട്. 4 കെട്ടും നടുമുറ്റവുമുള്ള ആ പഴയ നിർമ്മിതിക്ക് നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാവും. തേക്കിൽ തീർത്ത തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങൾ ഇന്നും തിളക്കത്തോടെ നിൽക്കുന്നു. നീലാംബരിയിൽ ഇപ്പോൾ പ്രധാനമായും 5 പേരാണുള്ളത്. അച്ഛൻ മാധവൻ, തറവാട്ടിലെ കാരണവർ. ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും മകൾ മീര എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ജീവനാണ്. നാട്ടിലെ സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യനിഷ്ഠയും ചിട്ടയും അദ്ദേഹത്തിനുണ്ട്. അടുത്തത് അമ്മ, മാധവന്റെ ഭാര്യ സരസ്വതി, സ്നേഹത്തിന്റെ പ്രതീകം. പണ്ട് വീണ വായിക്കുമായിരുന്നു. ഇപ്പോൾ മീരയ്ക്ക് പാടാനുള്ള താളം സരസ്വതി അമ്മയുടെ കൈകളിലാണ്. വീടിന്റെ അടുക്കള ഭരണവും പൂജാമുറിയും ഇവരുടെ ലോകമാണ്. അടുത്തതായി വല്യച്ഛൻ രാഘവൻ നായർ, മാധവന്റെ ജ്യേഷ്ഠൻ. അല്പം വിചിത്ര സ്വഭാവക്കാരനാണ്. എപ്പോഴും പുസ്തകങ്ങളും വായനയുമായി തട്ടിൻപുറത്തോ ലൈബ്രറിയിലോ ഉണ്ടാവും. പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം. അടുത്ത ആളാണ് അച്ചു, മീരയുടെ ഏക സഹോദരൻ. കോളേജിൽ പഠിക്കുന്നു. എപ്പോഴും ഫോണും പാട്ടുമായി നടക്കുന്ന ഒരു മോഡേൺ പയ്യൻ. പക്ഷേ ചേച്ചിയുമായി അടികൂടാനും എന്നാൽ ചേച്ചി ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ചൂടാവാനും അവൻ മുന്നിലുണ്ടാവും. അടുത്ത ജാനമ്മ. കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് ജാനമ്മ. തറവാട്ടിലെ എല്ലാ വിശേഷങ്ങളും രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ. മീരയെ അമ്മയേക്കാൾ കൂടുതൽ നോക്കുന്നത് ജാനമ്മയാണ്. ആ മനോഹരമായ സംഗീതം പശ്ചാത്തലത്തിൽ ഒഴുകുമ്പോൾ മീര പൂവട്ടിയുമായി അകത്തെത്തി. നടുമുറ്റത്ത് മഴ പെയ്ത് വീഴുന്ന അഴക് നോക്കി രാഘവൻ വല്യച്ഛൻ ചാരുകസേരയിൽ കിടക്കുന്നുണ്ട്. മോളെ മീരേ, ഇന്നെന്താ അമ്പലത്തിൽ പോയിട്ട് താമസിച്ചല്ലോ? വല്യച്ഛൻ കണ്ണട ഊരി വെച്ചുകൊണ്ട് ചോദിച്ചു. അവിടെ ഉഷപൂജ കഴിയാൻ കാത്തുന്നാ വല്യച്ഛ. മീര ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അടുക്കളയിൽ നിന്ന് സരസ്വതി അമ്മ വിളിച്ചു ചോദിച്ചു. അച്ചു എഴുന്നേറ്റോ മീരെ? 9 മണിക്ക് അവന് കോളേജിൽ പോവേണ്ടതല്ലേ? ആ സ്വപ്നവത്താമ്മേ. മീരയുടെ കളിയാക്കൽ കേട്ട് മുറിയിൽ നിന്ന് അച്ചു പുതപ്പിനുള്ളിൽ നിന്ന് എന്തോ പിറുപിറുത്തു. ഈ സമയം മാധവൻ ചായ ഗ്ലാസുമായി ഉമ്മറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒരു ചിന്തയുണ്ട്. അത് വേറൊന്നുമില്ല, നീലാംബരിയുടെ തകർന്നു വീഴാറായ ചില ഭാഗങ്ങൾ പണിയഴിപ്പിക്കണമെന്നൊരു ആഗ്രഹം മാധവനുണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട ഉണ്ണിയപ്പവും ടിഫിൻ ബോക്സിലാക്കി മീര ഉമ്മറത്തേക്ക് വരുമ്പോൾ അനിയൻ അച്ചു ഹാളിലെ സോഫയിൽ കിടന്ന് ഫോണിൽ ഗെയിം കളിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞിരുന്നു. ഡാച്ചു, നിനക്കിന്ന് ഫസ്റ്റ് അവർ ക്ലാസ്സിലാത്താണോ? അവിടെ പോയിട്ട് ഉറങ്ങാനാണോ നിന്റെ പ്ലാന്? മീര അവന്റെ അരികിൽ ചെന്ന് തട്ടി ചോദിച്ചു. അച്ചു ഒന്ന് കണ്ണു തുറന്നവളെ നോക്കി. ഓഹ്, തുടങ്ങിയുള്ള ഉപദേശം. ചേച്ചി പോയിക്കോ. എന്നെ കൂട്ടാൻ ഗൗതം കാറുമായിട്ട് വരും. ഞാൻ അവനോടൊപ്പേ പോവുള്ളൂ. എന്നാലേ ഗൗതമിന് വരാൻ പറ്റില്ലെന്ന് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ വേഗം എഴുന്നേറ്റ് ബസ്സിന് പോകാൻ നോക്ക്. അല്ലെങ്കിൽ എന്റെ സൈക്കിളിൽ ഇനി കയറിക്കോ. മീര കളിയാക്കി ചിരിച്ചു. ചേച്ചിയുടെ ആ കിഴവൻ സൈക്കിളോ? എനിക്ക് നാണക്കേടാ. ചേച്ചി വേഗം വിട്ടോ. ഈ ഡ്രസ്സ് വിട്ട് സൈക്കിളെ വിട്ടുമ്പോൾ ചേച്ചി ഒരു പഞ്ചായത്ത് മെമ്പർ പോലെയുണ്ട്. അച്ചു പുതപ്പിനുള്ളിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തി. നിനക്കുള്ള വൈകുന്നേരം വന്നിട്ട് ഞാൻ തരുന്നുണ്ട് മോനെ. അവന്റെ തലയിൽ നിന്ന് കുട്ടി മീര സൈക്കിൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഗ്രാമത്തിലെ പച്ചപ്പിലൂടെ മീര സൈക്കിൾ ചവിട്ടി നീങ്ങി. വയൽവരമ്പിലെ ചെളിവെള്ളം തെറിക്കാതെ നോക്കി അവൾ പോകുമ്പോഴാണ് പിന്നിൽ നിന്ന് രാക്ഷസനെ പോലെ ഒരു കറുത്ത ഫോർഡ് എൻഡവർ പാഞ്ഞു വന്ന് ഒരു ഹോൺ പോലും അടിക്കാതെ വഴിയരികിലെ വലിയൊരു വെള്ളക്കെട്ടിലൂടെ ആ വണ്ടി കടന്നുപോയി. മീരയുടെ വെള്ള ചുരിദാറിന്റെ പകുതിയോളം ചെളിയിൽ കുളിച്ച് സൈക്കിൾ വെട്ടി നിർത്തിയ മീരയുടെ കണ്ണുകൾ ദേഷ്യം ആളിപ്പടർന്നു. അവൾ നോക്കുമ്പോൾ കുറച്ചകലെയായി ഒരു വളവിൽ ആ വണ്ടി സ്ലോ ആയിട്ടുണ്ട്. നിക്കണോ! മീര ആഞ്ഞ് സൈക്കിൾ ചവിട്ടി വണ്ടിക്കരികിലെത്തി. സൈക്കിൾ വണ്ടിയുടെ കുറുകെ ഇട്ടു. വണ്ടിയുടെ ഗ്ലാസ് പതുക്കെ താഴ്ന്നു. വശ്യമായൊരു പുൻസിരിയോടെ അവൻ സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. കടും കറുപ്പ് നിറത്തിലുള്ള ഒരു പ്രീമിയം ലിനൻ ഷർട്ടാണ് വേഷം. കൈമടക്കുകൾ മുട്ടുവരെ തെറുത്തു വെച്ചിരിക്കുന്നു.
ഇടവേയിൽ വില കൂടിയൊരു ബ്ലാക്ക് ലെതർ വാച്ച് മിന്നി തിളങ്ങുന്നുണ്ട്. താൻ ചെയ്ത തെറ്റിലൊരു കുറ്റബോധം തോന്നാത്ത തരത്തിലുള്ള ആത്മവിശ്വാസം നിറഞ്ഞ ഭാവം. നെറ്റിയിലേക്ക് അല്പം വീണിടക്കുന്ന മുടിയിഴകൾക്കിടയിലൂടെയുള്ള അവന്റെ നോട്ടം തീക്ഷ്ണമാണ്. കണ്ണിലൊരു കുസൃതി ചിരിയുണ്ടെങ്കിലും മുഖത്ത് ഗൗരവം വിട്ട് മാറുന്നില്ല. അവൾ ദേഷ്യപ്പെടുമ്പോൾ വളരെ സാവധാനം തന്റെ സൺഗ്ലാസ് മൂക്കിന്റെ തുമ്പിലേക്ക് താഴ്ത്തി അവൻ അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം നിഗൂഢതയുണ്ട്. എന്താ? വളരെ ഗൗരവത്തിൽ യാതൊരു കുറ്റബോധമില്ലാതെ അവൻ ചോദിച്ചു. എന്താണെന്നോ? തനിക്ക് കണ്ണാണെന്നില്ലേ? വഴിയിലൂടെ പോകുന്നവർ കുളിക്കാനാണോ താൻ വണ്ടി ഓടിക്കുന്നത്? മീര തന്റെ ഡ്രസ്സിലെ ചെളിപ്പാടുകൾ ചൂണ്ടിക്കാട്ടി. റോഡിൽ വെള്ളമുണ്ടെങ്കിൽ തെറിക്കും. അതിന് വണ്ടി ഓടിക്കുന്നവർ തെറിഞ്ഞിട്ട് കാര്യമില്ല. വഴി മാറി, എനിക്ക് തിരക്കുണ്ട്. ആദ്യം റിസ്റ്റ് വാച്ചിൽ നോക്കി നിസ്സാരമായി പറഞ്ഞു. മീര വിട്ടില്ല. അവൾ വണ്ടിയുടെ ബോണ്ടിൽ കൈവച്ച് ഉറച്ചു നിന്നു. ഒരു മാപ്പി വയ്ക്കാത്ത താൻ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോയില്ല. വലിയ വണ്ടി ഉണ്ടെന്ന് നേരത്തെ എന്തും കാണിക്കാന്നാണോ? ആദ്യ കാറിൽ നിന്നിറങ്ങി. മീരയേക്കാൾ ഒരടി പൊക്കമുള്ള അവൻ അവളെ കലിപ്പോടെ നോക്കി താഴേക്ക് നിന്നു. ആഹാ, നീ ആള് കൊള്ളാലോടി. മാപ്പ് പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് സൈക്കിളെ വിട്ട് അറിയില്ലെങ്കിലേ വീട്ടിലിരിക്കണം, റോഡിലേക്ക് ഇറങ്ങരുത്. മീരയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. അവൾ ചുറ്റും നോക്കി. അവിടെ ഒരു കൂർത്ത കല്ലിടക്കുന്ന കണ്ടു. ആദ്യ കാറിൽ കയറാൻ തിരിഞ്ഞതും മീര ആ കല്ലെടുത്ത് അവന്റെ തിളങ്ങുന്ന ബോണറ്റിൽ ആഞ്ഞു വരഞ്ഞു. ഇപ്പൊ തുല്യായി. എന്റെ ഡ്രസ്സിൽ ചളി, നിന്റെ വണ്ടിയിലൊരു പാട്, ഇനി പൊയ്ക്കോ. മീര ചലഞ്ച് ചെയ്യുന്ന പോലെ അവനെ നോക്കി. ആദ്യ പകച്ചു പോയി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവളുടെ കൈ തണ്ടയിൽ പിടിക്കാൻ അവൻ കൈ നീട്ടിയതും മീര അവന്റെ കൈ തട്ടി മാറ്റി. തൊട്ടുപോരുത്. വണ്ടി ഓടിക്കാൻ മാത്രമല്ല, മനുഷ്യരോട് പെരുമാറാനും പഠിച്ചിട്ട് നാട്ടിലിറങ്ങണം മിസ്റ്റർ കരിപ്പൻ. അവൾ സൈക്കിൾ എടുത്ത് വേഗത്തിൽ മുന്നോട്ട് പോയി. ആദ്യം അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവന്റെ മനസ്സിൽ ദേഷ്യത്തെക്കാൾ ഉപരി ആ പെൺകുട്ടിയുടെ ധൈര്യം ഒരു കനലായി നീറി. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് മീര വീട്ടിലെത്തി. ഉമ്മറത്ത് മാധവൻ നായരും രാഘവല്യച്ഛനും ഗൗരവമായ ചർച്ചയിലാണ്. അവരുടെ നടുവിൽ കസേരയിൽ കാലുമേക്കാൽ വെച്ച് അതേ കറുത്ത ഷർട്ടുകാരൻ ഇരിക്കുന്നു. അവളെ കണ്ടതും ആദിയുടെ ചുണ്ടിലൊരു വശ്യമായ ചിരി വിരിഞ്ഞു. ആ മീരമോളെ, നീ വന്നോ? ഇത് ആദിത്യൻ, നമ്മുടെ തറവാട് പുതുക്കി പണിയാൻ ടൗണിൽ നിന്ന് വന്ന ആർക്കിടെക്റ്റാ. ആദി, ഇതെന്റെ മകള് മീര. മാധവൻ പരിചയപ്പെടുത്തി. മീര ഞെട്ടി നിൽക്കുമ്പോൾ ആദി പതുക്കെ എഴുന്നേറ്റു. അവനവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ട് സർ. നല്ലൊരു പരിചയപ്പെടൽ തന്നെയായിരുന്നു, അല്ലേ മീരേ? ആദിയുടെ ആ പരിഹാസം നിറഞ്ഞ ചോദ്യത്തിന് മുമ്പിൽ മീര തറഞ്ഞു പോയി. നല്ലൊരു പരിചയപ്പെടൽ തന്നെയായിരുന്നു, അല്ലേ മീരേ? അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ ദേഷ്യത്തോടെ മുഴങ്ങി. അവൾ അവനെ തുറിച്ചു നോക്കിയ അക്ഷരം മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. നീലാംബരിയിൽ അത്താഴമേശയിൽ ഇന്ന് പുതിയൊരു അതിഥി കൂടിയുണ്ട്, ആദിത്യൻ. മാധവൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവനോട് തങ്ങാൻ സമ്മതിച്ചതാണ്. ആദിക്ക് ഇത് അന്യ വീടായിട്ട് തോന്നണ്ട. നമ്മുടെ പഴയ തറവാട് അതിൻ്റെ തനിമ ചോരാതെ പണിയണം, അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം, മാധവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഈ സമയം അച്ചു അങ്ങോട്ടേക്ക് വന്നു. അവൻ ആദ്യ കണ്ടൊന്ന് അമ്പരന്നു. ആദിയുടെ ഗൗരവവും ആ ലുക്കും കണ്ടപ്പോൾ തന്നെ അച്ചുവിനൊരു ബഹുമാനമൊക്കെ തോന്നി. ഇതാണ് ആർക്കിടെക്റ്റ് ആദിത്യൻ. ബ്രോ, നിങ്ങളുടെ ആ വണ്ടി പുറത്തുനിന്ന് കണ്ടു, ഹെവി സാധനം. അച്ചുവിൻ്റെ കണ്ണുകളിൽ തിളക്കം. ആദി പതുക്കെ പുഞ്ചിരിച്ചു. താങ്ക്സ്. നിനക്ക് കാറുകളോട് താല്പര്യമുണ്ടോ? പിന്നില്ലാണ്ട്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചേരായിരിക്കുക. അച്ചു ആവേശത്തോടെ ആദിയുടെ അരികിലിരുന്നു. മീര അവിടുത്തെ കലിപ്പുറക്കാൻ പ്ലേറ്റുകൾ ശബ്ദമുണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അച്ചു, ചിലർക്ക് വണ്ടി മാത്രമേ ഉള്ളൂ, മനുഷ്യത്തെ ലെവലേശമില്ല. മീര സ്വയം പിറുവിറുത്തു. ആദ്യത് കേട്ടു. അവൻ അച്ചുവിനെ നോക്കി ഉറക്കെ പറഞ്ഞു. അച്ചു, ചിലർക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ലെങ്കിലും വണ്ടിയിൽ പോറലിടാൻ നല്ല കഴിവുണ്ട്. നാട്ടിലെ ചില പെൺകുട്ടികൾ അല്പം അപകടകാരികളാ. മീരയുടെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വീണു. അച്ചു സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. പിറ്റേന്ന് രാവിലെ മീര കോളേജിൽ പോകാനിറങ്ങിയപ്പോൾ കാണുന്നത് വിചിത്രമായൊരു കാഴ്ചയാണ്. ഗാരേജിൽ ആദിയുടെ വണ്ടിയുടെ ബോണ്ട് തുറന്നു വെച്ച് അച്ചു ആദി എന്തോ ചർച്ചയിലാണ്. നോക്കച്ചു, ഇതിന്റെ എഞ്ചിൻ പെർഫോമൻസ് മാറ്റണമെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ആദ്യ അച്ചുവിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അച്ചു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഇത്രയും ആരാധനയോടെ നോക്കുന്നത്. ബ്രോ, നിങ്ങൾ പൊള്ളിയാട്ടോ. എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ? യാ, ഓഫ് കോഴ്സ്. ഇന്ന് വൈകുന്നേരം നമുക്ക് പോവാം. ആദ്യ അച്ചുവിന്റെ തോളിൽ തട്ടി. മീര സൈക്കിളുമായി അപ്പുറത്തൂടെ പോയപ്പോൾ അച്ചു വിളിച്ചു പറഞ്ഞു. ചേച്ചി, നോക്കി കണ്ടു പോണേ, വല്ലവന്റെയും വണ്ടി ചെന്ന് ഇടിക്കല്ലേ. മീര പല്ലുകടിച്ചു. തന്നെ അനിയനവൻ സോപ്പിട്ട് വശത്താക്കിയെന്ന് അവൾ മനസ്സിലായി. അടുത്ത കുറച്ച് ദിവസങ്ങൾ നീലാംബരിയിൽ ഒരു ശീതയുദ്ധം തന്നെ നടന്നു. ആദ്യ തറവാടിന്റെ അളവുകൾ എടുക്കുമ്പോൾ മീര അവിടെങ്ങാനുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കുസൃതി പറയും. ഒരു ദിവസം ഉച്ചയ്ക്ക് മീര നടുമുറ്റത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ആദ്യം അവിടെ അളവെടുക്കാൻ വന്നു. ഇവിടെ ഒരു വലിയ പില്ലർ വരും, അതോടെ ഈ നടുമുറ്റത്തെ വെളിച്ചം കുറയും. ആദ്യം മനഃപൂർവ്വം പറഞ്ഞു. ആന്തിനാ മാറ്റുന്നത്? ഇവിടുത്തെ വിളിച്ചാ ഈ വീടിന്റെ ഭംഗി. മീര എതിർത്തു. അത് തീരുമാനിക്കുന്നത് ഞാനാണ് മിസ് മീര. ഞാനിവിടെ വന്ന എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാനാ. ആദ്യം അവിടെ അടുത്തേക്ക് നടന്നു ചെന്നു. പിന്നെ ആ പഴയ സൈക്കിൾ മാറ്റാൻ സമയമായി കേട്ടോ. എൻ്റെ കാറിന് വരുത്തിയ പോറലിന് പകരമായിട്ട് ഞാൻ നിനക്കൊരു പുതിയ സ്കൂട്ടർ വാങ്ങി തന്നാലോ? വേണ്ട, എൻ്റെ സൈക്കിളിൽ നിന്റെ ആഡംബരക്കാരനേക്കാൾ വിലയുണ്ട് മിസ്റ്റർ ആദിത്യൻ. കാശുണ്ടെന്ന് കരുതി എല്ലാവരും വിലക്ക് വാങ്ങാന്ന് കരുതണ്ട. മീര എഴുന്നേറ്റ് നിന്നു. അവർ തമ്മിലുള്ള നോട്ടത്തിൽ വീണ്ടും ആ പഴയ തീപ്പൊരി.
ആദിയുടെ ഉള്ളിൽ മീരയുടെ ഈ തൻ്റെ ഇടത്തോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ പുറത്തേക്ക് അവനത് കാണിച്ചില്ല. അന്ന് രാത്രി ചായക്കപ്പോൾ സിംഗിൾ കഴുകി വെക്കുന്ന തിരക്കിലായിരുന്നു സരസ്വതി. അങ്ങോട്ടേക്ക് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടാണ് മീര വന്ന്. അമ്മേ, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. അയാൾ എന്തിനാ അവിടെ കയറി താമസിപ്പിച്ചിരിക്കുന്നത്? ടൗണിൽ എത്രയോ നല്ല ലോഡ്ജുകളുണ്ട്. ഈ മറയൊന്നിന് എന്തിനാ നമ്മുടെ വീട് താമസിപ്പിച്ചിരിക്കുന്നത്? മീര കൈകൾ കെട്ടി അമ്മയെ നോക്കി. സരസ്വതി കൈ തുറച്ച അമ്പരപ്പോടെ മകളെ നോക്കി. മരയോന്തോ? നീ ആരെ പറ്റിയ മോളെ ഈ പറയുന്നത്? അയാളെ പറ്റി തന്നെ, ആ ആദിത്യനെ. കണ്ടിട്ടില്ലേ അമ്മ അയാളെ? ഇവിടെ ആ പഠിപ്പുര മുറിയിൽ ഒരേ ഇരിപ്പാ. പലപ്പോഴും താഴേക്ക് ഇറങ്ങും. അപ്പം ആ മുഖത്തൊരു ഗൗരവമുണ്ട്. ആരോടും മിണ്ടില്ല, ഒരു നിറമാറ്റം. ശരിക്കും ഒരു മരയോന്നിനെ പോലെ. എനിക്ക് അയാളെ കാണുന്നതിൻ്റെ കയ്പാ. സരസ്വതി ഒന്ന് ചിരിച്ചു. നീ എന്തിനാ മോളെ അയാളോട് ഇങ്ങനെ ചൂടാവുന്നത്? പാവം പയ്യൻ, ഇവിടെ മുറികളൊക്കെ ഒഴിഞ്ഞിടക്കല്ലേ. അപ്പം അച്ഛൻ വിചാരിച്ചു പുറത്തു പോയി നിൽക്കുന്നതിനേക്കാൾ നല്ല ഇതാണെന്ന്. മാത്രമല്ല, നമ്മുടെ തറവാട് പണിയാൻ വന്ന ആളല്ലേ, ഒരതിഥിയായി കണ്ടുകൂടെ നിനക്ക്? അതിഥിയോ? അച്ഛനെ അയാൾ കയ്യിലെടുത്തു. അമ്മയും അച്ഛനെയും സോപ്പിട്ടു. ഇനി ഈ വീട് കൂടി അയാളുടെ പേരിൽ എഴുതി വെച്ചു കൊടുക്ക്. മീര പരിഭവിച്ചു. അച്ഛൻ പറഞ്ഞാൽ പിന്നെ മാറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ മീരെ? പിന്നെ ആ പയ്യൻ എന്ത് കുറവാ? നല്ല തൻ്റെയുള്ള കൂട്ടത്തിലാണെന്നാ അച്ഛൻ പറയുന്നത്. അച്ഛന് പിന്നെ ആരെ പറ്റി നല്ലതേ പറയാനുള്ളൂ. പക്ഷെ എനിക്ക് അയാൾ തീരെ പിടിക്കുന്നില്ല. ഈ മറയൊന്നും ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് വീട്ടിൽ സമാധാനം കിട്ടില്ല. മീര ദേഷ്യത്തോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ പടിപ്പുരയുടെ അരികിലെ നിഴലിൽ ചാരിന്ന് ആദ്യം തന്റെ ഫോണിൽ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടില്ല. അവൾ പറഞ്ഞ ഓരോ വാക്കും അവന്റെ ചെവിയിലെത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ ഡൈനിങ് ടേബിളിൽ യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷമായിരുന്നു. മീര മനഃപൂർവ്വം ആദിയുടെ പ്ലേറ്റിനടുത്തേക്ക് എരിവ് കൂടി അച്ചാർ കുപ്പി നീക്കി വെച്ചു. അച്ചു ആദിയുടെ അടുത്തിന് തന്റെ ഫോണിലെ പുതിയ ഗെയിമിനെ പറ്റി വാചാലനാവുകയാണ്. ബ്രോ, ഈ ലെവൽ എനിക്ക് കിട്ടുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ആദി ചിരിച്ചുകൊണ്ട് അച്ചുവിന്റെ ഫോൺ വാങ്ങി. ഇപ്പൊ ശരിയായി തരാം. മീര അങ്ങോട്ടേക്ക് ഉപ്പുമാവുമായി വന്നു. ആദിയുടെ പ്ലേറ്റിലേക്ക് ഉപ്പുമാവ് വിളമ്പുമ്പോൾ അവൾ അറിയാത്ത ഭാഗത്തിൽ ചോദിച്ചു, അല്ല, ഈ മരയോന്തുകൾക്ക് ഉപ്പുമാവ് ഇഷ്ടമാണോ ആവോ, അതോ വെറുതെ പച്ചിലകൾ മതിയോ? അച്ചു ആകെ കൺഫ്യൂഷനിലായി. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ആദി പതുക്കെ തലയുയർത്തി മീരയെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി മിന്നി. ഉപ്മാവൊക്കെ ഇഷ്ടമാണ് മീരയെ, പക്ഷെ ചില സമയത്ത് മരയോന്തുകൾക്ക് ചില ചെറിയ ജീവികളെ പിടിച്ചിന്നാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാ. മീരയുടെ മുഖം വിളറി. അവൻ തന്റെ കളിയാക്കലിന് കൃത്യം മറുപടി നൽകിയെന്ന് അവൾക്ക് മനസ്സിലായി. ഈ സമയം മീരയുടെ കൂട്ടുകാരികളായ രശ്മി നീതും കോളേജിലേക്ക് പോകാനായി പടിപ്പുര കടന്നു വന്നു. ഒമ്പലത്ത് ആദ്യം കണ്ടതും രണ്ടുപേരും സ്തബ്ധരായി നിന്നുപോയി. മീര, ഇതാരാടി? സിനിമയിലെ ഹീറോ വല്ലതും ആണോ? രശ്മി മീരയുടെ ചെവിയിൽ രഹസ്യം ചോദിച്ചു. മീര പുച്ഛത്തോടെ പറഞ്ഞു, ഹീറോ ഒന്നല്ല, ഇത് വെറും മരയോന്താ, തറവാട് പണിയാൻ വന്നാ. പക്ഷെ കൂട്ടുകാരികൾ വിട്ടില്ല. അവർ ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹലോ സർ, ഞങ്ങൾ മീരയുടെ ഫ്രണ്ട്സാ. സാർ ഇവിടെയാണ് താമസം? നീതുവിന്റെ ചോദ്യം കേട്ട് ആദി പതുക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച്. അതെ, മീരയുടെ അച്ഛൻ പറഞ്ഞ ഇവിടെ നിന്നോളാം. എന്തായാലും മീരയെ പോലെ അല്ലല്ലോ നിങ്ങള്, നല്ല മര്യാദക്ക് സംസാരിക്കുന്നുണ്ടല്ലോ. ആദ്യം അവരെ നോക്കിയാൽ ചിരിച്ചു. ആ ചിരിയിൽ രശ്മി നീതുവും ഫ്ലാറ്റ്. സർ, ഞങ്ങളിന്ന് കോളേജ് വരെ ഡ്രോപ്പ് ചെയ്യാമോ? മീരയുടെ പഴയ സൈക്കിളിൽ ഞങ്ങൾ മൂന്നുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. രശ്മി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. മീര ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം എഴുന്നേറ്റ് കാറിന്റെ കീ എടുത്തു. യെസ്, തീർച്ചയായിട്ടും. സുന്ദരികളായ കുട്ടികളെ ചോദിച്ചാൽ ഞാനിങ്ങനെ പറ്റില്ലെന്ന് പറയും. കയറിക്കോളൂ. രശ്മി നീതു ആവേശത്തോടെ കാറിന്റെ പിൻസീറ്റിൽ കയറി. ആദ്യം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കണ്ണാടിയിലൂടെ മീരയെ നോക്കി. എന്താ മീരെ, നീ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ? അതോ ആ കിഴവൻ സൈക്കിൾ തനിച്ചു പോകാനാണ് പ്ലാന്? എനിക്കാരുടെയും സഹായം വേണ്ട, നിങ്ങൾ പോയിക്കോ. മീര ദേഷ്യത്തോടെ സൈക്കിൾ ചവിട്ട് മുന്നോട്ട് പോയി. ആദ്യ കാറ് പതുക്കെ അവളുടെ സൈക്കിളിനൊപ്പം ഓടിച്ചു. കാറിന് വെളിയിൽ നിന്ന് രശ്മി വിളിച്ചു പറഞ്ഞു, മീരെ, ഇതിനകത്ത് നല്ല AC ഉണ്ട്, പാട്ടുമുണ്ട്, നീ വേഗം ചവിട്ടിക്കോ, ഞങ്ങൾ കോളേജിലെത്താനായി. അച്ചു അപ്പുറത്ത് ചിരിച്ചോട് വിളിച്ചു പറഞ്ഞു. ചേച്ചി, മറിയൊന്ന് വണ്ടിയെടുത്ത് പാഞ്ഞു കേട്ടോ. മീര കിതച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടുകയാണ്. ആദ്യ ഇടയ്ക്കിടെ വണ്ടി നിർത്തി അവൾക്കായി കാത്തു നിൽക്കും. എന്നിട്ട് അവൾ അടുത്ത് വരുമ്പോൾ പതുക്കെ വണ്ടി മുന്നോട്ടെടുക്കും, പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ. കോളേജ് ഗേറ്റിന് മുമ്പിൽ നിർത്തിയപ്പോൾ ആദ്യ വണ്ടി നിർത്തി രശ്മിയെ നീതുവിനെ ഇറക്കി. എന്നിട്ട് മീര വരുന്നത് കാത്തു നിന്നു. മീര കിതച്ചുകൊണ്ട് അവിടെ എത്തിയതും ആദ്യ വണ്ടിയിൽ നിന്നിറങ്ങി അവിടെ അരികിലേക്ക് വന്നു. ആ, ഒരു കാര്യം പറയാൻ മറന്നു മീരെ. അവനവിടെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നു. അയ്യോ, ഒരുപാട് വിയർത്തുവല്ലേ? എന്തായാലും നിന്റെ മുഖം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പായി, മരയോന്നിനേക്കാൾ നല്ല സ്പീഡ് നിനക്കില്ല. അവനൊരു കണ്ണി ചിമ്മി കാണിച്ചിട്ട് കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് നടന്നുപോയി. മീര അവിടെ സൈക്കിളും പിടിച്ച് തരിച്ചു നിന്നുപോയി. അവളുടെ കൂട്ടുകാരികൾ അവളെ വളഞ്ഞു. ഈ മീരെ, ആള് പൊളിയാണല്ലോ, അവനെയാണോ നീ മരയോന്നൊക്കെ വിളിച്ച്? അവൻ ശരിക്കും സിംഹ. രശ്മിയുടെ കമന്റ് കേട്ടപ്പോൾ മീരക്ക് സ്വന്തം സൈക്കിൾ എടുത്ത് ആദ്യയുടെ തലക്കടിക്കാനാണ് തോന്നിയത്. മീര ക്ലാസ്സിലേക്ക് കയറാൻ പോകുമ്പോഴാണ് കോളേജിലെ പുതിയ ബ്ലോക്കിന്റെ പ്ലാൻ പരിശോധിക്കാൻ പ്രിൻസിപ്പലിന്റെ കൂടെ ആദ്യം വരുന്നത് കണ്ടത്. കയ്യിൽ വലിയൊരു ചാർട്ടും ചുരുട്ടി പിടിച്ച് കൈയിന്റെ മടക്കൽ തെറുത്തു വെച്ച് ഗൗരവത്തിൽ വരുന്ന ആദ്യം കണ്ടപ്പോൾ കോളേജിലെ പെൺകുട്ടികൾക്കിടയിൽ ചെറിയ ചർച്ച തന്നെ തുടങ്ങി. ഡി മീരെ, നിന്റെ വീട്ടിൽ ആർക്കിടെക്ട് ഇവിടെ എത്തിയോ? ആള് കാണാൻ നല്ല ലുക്കാണല്ലോ. മീരയുടെ ബെഞ്ചുമേറ്റ് സുമി പറഞ്ഞു.
ലുക്ക് കണ്ട് നീ വാങ്ങണ്ട, ഉള്ളിരിപ്പ് അത്ര ശരിയല്ല. മീര പിറുവിറുത്തു. ഇതേ സമയം ലൈബ്രറിക്ക് മുമ്പിലെ പഴയ കെട്ടിടത്തിന്റെ അളവെടുക്കുകയായിരുന്നു ആദി. മീര അങ്ങോട്ടേക്ക് വന്ന് അവൻ കണ്ടു. മനഃപൂർവ്വം തന്റെ കയ്യിലുള്ള ടേപ്പ് മീരയുടെ വഴിയിലേക്ക് ഒന്ന് താഴ്ത്തി പിടിച്ചു. താനിത് എന്നെ കണ്ടുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നല്ലേടോ? മീര സൈഡിലേക്ക് മാറിയെന്ന് ദേഷ്യപ്പെട്ടു. ആദി തലയുയർത്തി അവളെ നോക്കി ചിരിച്ചു. ഓ മിസ് മീരയോ, ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ മീര, ഇവിടെ ഒരു പുതിയ വാതിൽ വരുന്നുണ്ട്. നീ എപ്പോഴും ഇതുവഴി ഓടുമല്ലോ, അതുകൊണ്ട് നിന്റെ തലയിടിക്കാത്ത ഉയരത്തിൽ വേണമെന്ന് പണിയാനെന്ന് ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ തലയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, താൻ തന്നെ പണി നോക്കിയാൽ മതി കേട്ടോ. മറിയോ എന്തേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. ആറ് നോയിക്ക് ഒഞ്ഞനെ കുത്തി മീര അവിടെ നിന്ന് ഓടി. അതെ, ഒന്നവിടെ നിന്നേ. എന്റെ പണി തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഈ കോളേജ് മൊത്തം ഇനി എന്റെ പ്ലാൻ അനുസരിച്ച് നടക്കൂ, അതുകൊണ്ട് ശ്രദ്ധിച്ചോ. നിന്റെ ക്ലാസ് റൂം വരെ ഞാൻ വേണമെങ്കിൽ പൊളിച്ചു പണിയും. ആദി കണ്ണു ചിമ്മി. ഈ സമയമാണ് അവിടെ കോളേജിലെ വില്ലനായ രാഹുൽ എത്തിയത്. മീര ഇടയ്ക്കിടെ ശല്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് രാഹുൽ. അവൻ ആദ്യം തറപ്പിച്ചു നോക്കി. താനാരടാ, ഇവിടെ പണിയെടുക്കാവുന്നവനാണോ? രാഹുൽ പുച്ഛത്തോടെ ചോദിച്ചു. ആദ്യം മറുപടി പറയുന്നതിന് മുമ്പ് മീര ചാടിക്കയറി പറഞ്ഞു. ഇതിവിടുത്തെ പുതിയ ആർക്കിടെക്റ്റാണ് രാഹുൽ. പിന്നെ കക്ഷിയൊരു മരയോന്ന് സ്പെഷ്യൽ സ്റ്റുഡിയോ. ദേഷ്യം വന്ന നിറമാറാൻ നല്ല കഴിവുണ്ട്. രാഹുലിന് മീരയുടെ തമാശ മനസ്സിലായില്ലെങ്കിലും ആദിക്ക് കാര്യം പിടി കിട്ടി. അവൻ പതുക്കെ രാഹുലിന്റെ അരികിലേക്ക് നടന്നു. ആദിയുടെ ആ പൊക്കത്തിന് മുമ്പിൽ രാഹുൽ ഒന്ന് പതറി. പണിയെടുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചാ അതെ. പഴയതും കേടായതുമായ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാനാ എനിക്ക് കിട്ടിയിരിക്കുന്ന കരാറ്. ചിലപ്പോൾ അത് ഈ കെട്ടിടമായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ വഴിയിൽ നിൽക്കുന്ന പാഴ്വസ്തുക്കളും ആയിരിക്കാം. ആദ്യം രാഹുലിൽ നിന്ന് അടിമുടി നോക്കി. രാഹുൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് വലിഞ്ഞു. മീരകൾ കണ്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷം തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. ഉച്ചയ്ക്ക് മീരയും കൂട്ടുകാരും മരച്ചുവട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആദ്യ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് വന്നു. മീര, നിന്റെ അമ്മ എന്ന പോച്ചോറ് ഞാൻ മറന്നു വെച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് നിന്റെ ചോറിൽ നിന്ന് 2 ഉരുള എനിക്ക് തന്നാൽ കൊള്ളായിരുന്നു. ആദ്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചു. കൂട്ടുകാരികളെല്ലാവരും കൂടി അയ്യോ സർ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിച്ചു. മീരയ്ക്ക് വേറെ വഴിയിലായിരുന്നു. അവൾ ചോറ് തുറന്ന് അവന് നീട്ടി. ആദ്യം ഒരു ഉരുള കഴിച്ചിട്ട് പറഞ്ഞു. കൊള്ളാം, പക്ഷെ ഉപ്പിത്തിരി കൂടുതലാ. എന്നുള്ള ദേഷ്യത്തിൽ തീർത്താണോ? ഉപ്പ് കൂടി കഴിക്കണ്ട. മീര ചോറ് വലിച്ചെടുക്കാൻ നോക്കി. പക്ഷെ ആദ്യം അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. ഒരു നിമിഷം ആ വരാന്ത സൈലന്റായി. സാരമില്ല, നിന്റെ കൈ കൊണ്ട് വിളമ്പിയതല്ലേ, ഒരിച്ചിരി ഉപ്പ് കൂടിയാലും എനിക്കത് മതിരിക്കും, അവൻ പതുക്കെ പറഞ്ഞു. മീരയുടെ മുഖം ആദ്യമായി ചുവന്നു. അത് ദേഷ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് എന്തോ ഒരു പുതിയ അനുഭവം. അവളുടെ കൂട്ടുകാരികൾ കൂക്കി വിളിച്ചു. ആദ്യം ചിരിച്ചുകൊണ്ട് നടന്നുമ്പോൾ വിളിച്ചു പറഞ്ഞു. അതെ, വൈകുന്നേരം സൈക്കിളിൽ പോകണ മീരെ, മരയോന്നിന്റെ കാറ് പുറത്തിട്ടുണ്ട്, അതിൽ പോവാ. നിന്റെ കാറിന്റെ പട്ടി വരും, പോടാ മരയോന്തേ. അവളവനെ കളിയാക്കി ചോറൊഴിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചു. വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ ആകാശം കറുത്തിരണ്ടിരുന്നു. മീര വാശിപ്പുറത്ത് ആദിയുടെ കൂടെ കാറിൽ കയറാതെ സൈക്കിളും എടുത്ത് വേഗം വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ പാതി വഴി എത്തിയപ്പോഴേക്കും കാറ്റും കോളുമായി മഴ തകർത്ത് പെയ്തു തുടങ്ങി. സൈക്കിൾ ചവിട്ടാൻ പറ്റാത്ത അത്രയും വലിയ മഴ. അവൾ വഴിയരികിൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിന്നു. ആ പ്രദേശം വിജനമാണ്. ആ സമയത്താണ് ഒരു ബൈക്കിൽ 3 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നു. മഴയിൽ നിറഞ്ഞു നിൽക്കുന്ന മീരയെ കണ്ടതും അവർ ബൈക്ക് നിർത്തി. എന്താ മോളെ, ഒറ്റക്കുള്ള യാത്രയാണോ? ഈ മഴയത്തിങ്ങനെ നനയണ്ട, ഞങ്ങളുടെ കൂടെ പോര്. അവരിലൊരുവൻ അവിടെ അരികിലേക്ക് വന്ന് അശ്ലീലമായി ചിരിച്ചു. മീര ധൈര്യം സംഭരിച്ച് പറഞ്ഞു. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാണോ വെച്ചേ? ഈ മഴയത്ത് ആര് വരാനാ? അവരിലൊരാൾ മീരയുടെ കയ്യിൽ പിടിക്കാനാഞ്ഞു. മീര പിന്നിലേക്ക് മാറി. അവളുടെ ഉള്ളിൽ പേടി ഇരച്ചു കയറി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് ഒരു വലിയ ടയർ റോഡിലുരയുന്ന ശബ്ദവും ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തോടെ നിറഞ്ഞു. കറുത്ത ഫോർഡിന്റെ അവർ പാഞ്ഞു വന്ന് അവർക്ക് മുമ്പിൽ വന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങിയത് കളിപ്പൻ ലുക്കിലുള്ള ആദിയായിരുന്നു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു രോഷം ചൊലിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ മീരയുടെ കയ്യിൽ പിടിക്കാൻ നോക്കിയ ഗുണ്ടയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഒറ്റയിടി. മഴത്തുള്ളികൾക്കിടയിലൂടെ ആദിയുടെ ഓരോ അടിയും ഇടിമുഴക്കം പോലെയായിരുന്നു. ബാക്കി 2 പേർ അവനെ നേരിടാൻ നോക്കിയെങ്കിലും ആദിയുടെ കായിക ബലത്തിനു മുമ്പിൽ അവർ നിലംപരിശായി. ഇനി ഇവളുടെ നിഴലിൽ പോലും നിങ്ങളെ കണ്ടുപോകരുത്. ആദിയുടെ ഗർജനം കേട്ട് അവർ ബൈക്കുമെടുത്ത് സ്ഥലം വിട്ടു. ആദി തോളിലെ മഴത്തുള്ളികൾ കുടഞ്ഞു കളഞ്ഞ് മീരയുടെ അടുത്തേക്ക് വന്നു. മീര വിറക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി അവൾ അവന്റെ കണ്ണുകളിൽ ആ പഴയ മരയോന്തിനെയല്ല കണ്ടത്, മറിച്ച് തന്നെ സംരക്ഷിക്കുന്ന ഒരാളെയാണ്. നിന്നോട് ഞാൻ പറഞ്ഞാൽ എന്റെ കൂടെ വരാൻ, എന്തിനീ വാശി? ആദി ദേഷ്യപ്പെട്ടില്ല, പക്ഷെ ആ ശബ്ദത്തിനൊരു കരുതലുണ്ടായിരുന്നു. മീര ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ അറിയാതെ ഒരു തുള്ളി കണ്ണീർ പൊടിഞ്ഞു. ആദി പതുക്കെ തന്റെ ഷർട്ടിന്റെ മുകളിലെ ജാക്കറ്റ് അഴിച്ച് അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. ഇനി എന്ത് നോക്കിക്കോടി, വന്ന് വണ്ടി കയറി, സൈക്കിൾ നമുക്ക് പിന്നാലെ കൊണ്ടുപോവാം. ആദ്യമായി മീര എതിർക്കാതെ അവന്റെ കാറിൽ കയറി. കാറിനുള്ളിലെ നിശബ്ദതയിൽ മീര ഇടയ്ക്കിടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഗൗരവമുള്ള മുഖം ഇപ്പോൾ അവൾക്ക് പ്രിയപ്പെട്ടതായി തോന്നി തുടങ്ങി.
താൻ എന്തിനാണ് അവനോട് ഇത്രയും കാലം വഴക്കിട്ടതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. വീട്ടിലെത്തിയതോടെ മീരയുടെ ഭാവം മാറി. അവൾക്ക് അവനോട് എങ്ങനെയെങ്കിലും നന്ദി പറയണമെന്നായി. മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി പതുക്കെ അവൾ മുകളിൽ ആദിയുടെ മുറിക്ക് മുമ്പിലെത്തി. ആദി, അവൾ പതുക്കെ വിളിച്ചു. ആദ്യം ഒരു പ്ലാൻ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയത് പോലുമില്ല. എന്താ മീരെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പണി തീർക്കാനുണ്ട്. അല്ല, നേരത്തെ എന്നെ രക്ഷിച്ചതിന് ഞാനൊരു താങ്ക്സ് പറയാനാ, മീര പതുക്കെ പറഞ്ഞു. ഓ, അതൊക്കെ എൻ്റെ കടമയാ, നീ വേറൊന്നും ചിന്തിക്കണ്ട. പിന്നെ ആ ജാക്കറ്റ് പുറത്ത് ഇറക്കിയിട്ടേക്ക്. ഇനി എന്താ, അപ്പോൾ പോവല്ലേ? എനിക്കിത്തിരി പണിയുണ്ട്, ആദി ലാഘവത്തോടെ പറഞ്ഞു. മീരയൊന്ന് ഞെട്ടി. താൻ ഇത്രയും സ്നേഹത്തോടെ വന്നിട്ടും അവൻ തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യുന്നില്ല. തന്റെ മനസ്സിൽ കുടുങ്ങിയ ആ പൂത്തിരി അവൻ കണ്ടില്ലേ? ഇവന് പറ്റിയ പേര് തന്നെയാ, മറിയോന്ന് തോന്നുന്നു, കൊരങ്ങൻ. അവൾ ചാടിത്തുള്ളി താഴേക്ക് പോയി. പിറ്റേന്ന് രാവിലെ മുതൽ മീര അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ സംസാരിക്കാൻ വരുമെന്ന് അവൾ കരുതി. പക്ഷെ ആദ്യം അച്ഛനോടും മാത്രം സംസാരിച്ച് നടന്നു. മീര അരികിലൂടെ പോകുമ്പോൾ അവൻ വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കും. മീരക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വരെ എന്റെ പിന്നാലെ നടന്ന മറിയോന്ന് ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലേ, കാണിച്ചു തരാൻ നിൽക്കാൻ മീര മനസ്സിൽ ഉറപ്പിച്ചു. ആദ്യം തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ മീരയുടെ ഈഗോ ഒന്നുകൂടി ഉണർന്നു. അല്ലെങ്കിൽ ഈ മറിയോന്നിനോട് ഇഷ്ടം തോന്നി തന്നെയാ തെറ്റ് എന്നവൾ സ്വയം പറഞ്ഞെങ്കിലും അവന്റെ ആ ഒഴിഞ്ഞു മാറ്റം അവളെ വല്ലാതെ ചൊടിപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ആദ്യ പ്ലാൻ വരയ്ക്കുന്നത് ഉമ്മറത്തേക്ക് മാറ്റി. ആദ്യം കണ്ടതും മീര അകത്തു പോയി അമ്മയുടെ ഏറ്റവും നല്ല സാരി എടുത്തുടുത്തു. മുടിയിലൊരു തുളസി കതിരും വെച്ച് കയ്യിലൊരു പുസ്തകവുമായി അവൾ ഉമ്മറത്തെ ചാരുകസേര വന്നിരുന്നു. എന്നിട്ട് ആദ്യം കാണാൻ പാത്തിന് പുസ്തകം മറിച്ചു. അമ്മേ, ഇവിടെ നല്ല കാറ്റാണല്ലോ അല്ലേ? മീര ഉറക്കെ വിളിച്ചു ചോദിച്ചു. എന്നിട്ട് ഇടയ്ക്കിടെ മുടിയൊതുക്കി ആദ്യം ഒന്ന് കരിമിഴി കൊണ്ട് നോക്കി. ആദ്യ തല ഉയർത്തി. മീരയുടെ ഉള്ളിൽ ഒരു ലഡു പൊട്ടി. ഇപ്പൊ ചോദിക്കും ഞാൻ എന്തിനാ ഇത്ര സുന്ദരിയായിട്ട് ഇരിക്കുന്നതെന്ന്. പക്ഷെ ആദ്യ അശുവിനെ വിളിച്ചു. ഡാശു, നിന്റെ ഈ ചേച്ചിക്ക് വട്ടായോ? ഈ ഉച്ചവെയിലത്തെ സാരി കൊടുത്ത് വീർത്തുളിച്ച് ഇവിടെ എന്തിനാ ഈ പുസ്തകം തലതിരിച്ചു പിടിച്ചിരിക്കുന്നത്? പോയി വല്ല ഫാൻ ഇട്ട് കൊടുക്കുക. മീര ഞെട്ടി പുസ്തകത്തിലേക്ക് നോക്കി. ശരിയാണോ, പുസ്തകം തലതിരിച്ചാണ് ഇരിക്കുന്നത്. അവളുടെ മുഖം ചുവന്നു. ആദ്യ പതുക്കെ ചിരിച്ചുകൊണ്ട് തന്റെ പണി തുറന്നു. അവളുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തു വന്നു. തനിച്ച് കളിച്ചാൽ നടക്കില്ലെന്ന് കണ്ടപ്പോൾ മീര അച്ചുവിനെ വിളിച്ചു. അച്ചു, നിനക്ക് ആദ്യപ്രോട് ഒരു കാര്യം ചോദിക്കാമോ? എനിക്ക് കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് സംശയങ്ങളുണ്ടെന്ന് ഒന്ന് പോയി പറയുമോ? അച്ചുവിന് കാര്യം മനസ്സിലായി. അവൻ ആദിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്. ബ്രോ, ചേച്ചിക്ക് ഒരു സംശയം, ഈ വീണ്ടും നടുമുറ്റത്ത് എന്തിനാ തൂണ് കൊടുക്കുന്നെന്ന്. അതൊക്കെ പഠിക്കാൻ കുറെ ബുദ്ധിയുണ്ടാണോ അച്ചു? നീ നിന്റെ ചേച്ചിയോട് പറയും. പഴയ സൈക്കിൾ കേട്ടുന്നവർക്ക് ഇതിന്റെ സാങ്കേതികത പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്. അവളോട് പോയി അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ പറ. മീര പിന്നിൽ നിന്ന് പല്ലടിച്ചു. കാലമാണ്, ഈ മറിയോതിനെ എന്നെ നോക്കിയാലെന്താ? അന്ന് വൈകുന്നേരം ആദ്യം കൊടുക്കാൻ മീര സ്പെഷ്യലായി ഒരു കാപ്പി ഉണ്ടാക്കി. അതിൽ പഞ്ചസാരക്ക് പകരം അവൾ കുറച്ച് കല്ലുപ്പിടാൻ ആദ്യം വിചാരിച്ചെങ്കിലും പ്രണയമുള്ളവരുടെ തന്നെ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് നല്ല ഇഞ്ചിയിട്ട കാപ്പി തന്നെ അവനായി അവൾ തയ്യാറാക്കി. അവൾ ആദിയുടെ മുറിയിലേക്ക് പതുക്കെ ചെന്നു. ഇതാ കാപ്പി, അമ്മ തരാൻ പറഞ്ഞു. ആദിക്കറിയാം അമ്മ കൊടുത്തു വിട്ടല്ലെന്ന്. ആദ്യ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് കാപ്പി വാങ്ങി ടേബിൾ വെച്ചു. താങ്ക്സ്, പോയിക്കോളൂ. അല്ല, അത് ചൂടോടെ കുടിക്കണ്ടേ? മീര പോവാതെ അവിടെ തന്നെ നിന്നു. ഞാനിപ്പോൾ ബിസിയാണ് മീര, ഈ പ്ലാൻ നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള. നീ ചെന്ന് പഠിക്കാൻ നോക്ക്. അനാവശ്യമായിട്ട് ഇവിടെ നിന്ന് സമയങ്ങളല്ലേ? ആദിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗൗരവം. മീരയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഒന്നും മിണ്ട അവിടുന്ന് ഇറങ്ങി ഓടി. അവൾ പോയി കഴിഞ്ഞതും ആദ്യ ആ കാപ്പി എടുത്തൊന്ന് സിപ്പ് ചെയ്തു. അവന്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. മിടുക്കി, അപ്പൊ നല്ല കാപ്പി ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴേ നിന്നെ മൈൻഡ് ചെയ്താ നീ എന്റെ തലയിൽ കയറി ഇരിക്കുമ്പോളേ. ആദി സ്വയം പിറുവിറുത്ത്. അവന്റെ ഈ സ്വഭാവം മീരയുടെ ദേഷ്യം കൂട്ടി. അവൾ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചില്ല. അവൻ കുളിക്കാൻ പോയ സമയം നോക്കി അവൾ അവന്റെ മുറിയിൽ കയറി അവന്റെ ലാപ്ടോപ്പിന്റെ ഡെസ്ക് ടോപ്പ് വാൾപേപ്പർ മാറ്റി ഒരു വലിയ മരയോന്നിന്റെ പടം വെച്ച്. പിറ്റേന്ന് രാവിലെ ആദ്യം ലാപ്ടോപ്പ് തുറക്കുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. ആദ്യം പതിയെ പോലെ തന്നെ ലാപ്ടോപ്പ് തുറന്ന് രാഘവും വലിയച്ഛനും മാധവനും പദ്ധതികൾ വിശദീകരിക്കാൻ ഒരുങ്ങിയാണ്. മീരയും സരസ്വതിയും അച്ചു ആകാംക്ഷയോടെ അരികു നിൽക്കുന്നു. മീരയുടെ ചുണ്ടിലെ ഒരു കുസൃതി ചിരിയുണ്ട്. ഇപ്പൊ കാണാം നിന്റെ കരിപ്പ്. അവൾ വാപതി ചിരിച്ചു. ആദ്യം ലാപ്ടോപ്പ് തുറന്നു കണ്ടു സ്ക്രീനിൽ ഒരു വലിയ പച്ച മരയോന്ത്. ആ ചിത്രം കണ്ടതും എല്ലാവരും ഞെട്ടി. അച്ചു ചിരിയടക്കാൻ പാടുവിട്ടു. രാഘവൻ നായരുടെ മുഖത്ത് ഒരു നേരിയ ചിരി. ആദിയുടെ മുഖം ചുവന്നു. അവന്റെ കണ്ണുകൾ മീരയുടെ നേർക്ക് പാഞ്ഞു. അവൾ അവനെ നോക്കിയൊരു നിഷ്കളങ്കമായ ചിരിയിരിച്ചു. മീര, നീയാണോ ചെയ്ത്? ആദിയുടെ ശബ്ദം ഉയർന്നു. ഞാനെന്തിനാ ചെയ്യുന്നത്? ചിലപ്പോ കമ്പ്യൂട്ടർ നിറമറാൻ തോന്നിക്കാണും. ആദി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ ലാപ്ടോപ്പ് അടച്ചു വെച്ച് മീരയുടെ അരികിലേക്ക് ചെന്നു. ഇതെന്റെ ജോലിയാണ് മീര, തമാശ കളിക്കാനുള്ള സ്ഥലമല്ല ഇത്. എനിക്ക് നിന്റെ കുട്ടികളെ സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ആദിയുടെ കൽപ്പിൽ മീര പേടിച്ചു പോയി. അവൻ അവളോട് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് കരുതിയില്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വെറുതെ ഒരു തമാശ ചെയ്തല്ലേ. മീര വിരുമ്പിപ്പോയി. തമാശ കളിക്കാൻ വേറെ ആളെ നോക്കണം. എന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? മര്യാദക്ക് പോയി 4 ലക്ഷം പഠിക്കാൻ നോക്ക്. ആദ്യം അലറി. മീര അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. അച്ഛനും അമ്മയും വലിയച്ഛനും അവളെ സമാധാനിപ്പിക്കാൻ നോക്കി.
അച്ചു പോലും ആദിയുടെ കലിപ്പ് കണ്ട് പേടിച്ചു പോയിരുന്നു. മീര കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി. ബ്രോ, ചേച്ചിക്ക് സങ്കടമായിട്ടോ, കുറച്ച് കൂടിപ്പോയി. ആദ്യ ദേഷ്യത്തിൽ ലാപ്ടോപ്പ് ഇരുന്ന് വാൾപേപ്പർ മാറ്റാൻ നോക്കി. അവന്റെ ഡെസ്ക്ടോപ്പിലെ ഫോട്ടോ ഗാലറി തുറന്നപ്പോൾ പെട്ടെന്നൊരു ഫോട്ടോ മിന്നി മറഞ്ഞു. അത് കണ്ടത് അച്ചുവിന്റെ കണ്ണുകൾ വിടന്നു. അച്ചു ആ ഫോട്ടോ മീരയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തു. ചേച്ചി വേഗം നോക്ക്. കരഞ്ഞിളങ്ങിയ കണ്ണുകളോടെ മീര ഫോണെടുത്ത് നോക്കി. ആദിയുടെ ലാപ്ടോപ്പിലെ ഫോട്ടോ ഗാലറിയിൽ ഒരുപാട് ചിത്രങ്ങൾക്കിടയിൽ അവൾ അമ്പലത്തിൽ പോയപ്പോൾ അവൾ അറിയാതെ എടുത്തൊരു ചിത്രമായിരുന്നു അത്. അവളുടെ കണ്ണുകളിലെ പ്രകാശവും മുഖത്തെ നിഷ്കളങ്കമായ ഭാവമെല്ലാം കൃത്യമായി പകർത്തപ്പെട്ടിരുന്നു. ആ ചിത്രം കണ്ടപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ കാണാതെ അവൻ തന്റെ ചിത്രം പകർത്തി സൂക്ഷിക്കുകയായിരുന്നു. അച്ചു വീണ്ടും വിളിച്ചു പറഞ്ഞു. ചേച്ചി, റോഹനിക്ക് വേണ്ടി ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്, മീരയുടെ ചിത്രങ്ങൾ എന്ന പേരും. മീരയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അവന്റെ കലിപ്പിന് പിന്നിൽ തന്നോടുള്ള ഇഷ്ടമായിരുന്നു. ഉച്ചക്ക് ആഹാരം കഴിക്കാൻ മീര ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ ആദ്യയുടെ മുറ്റത്ത് മാവിൻ ചൂട്ടിൽ ഇരിക്കുന്നുണ്ട്. അവൾ തലയുയർത്തി അവനെ നോക്കി. അവന്റെ മുഖത്ത് ആ പഴയ ഗൗരവമുണ്ടായിരുന്നു. പക്ഷെ മീരയ്ക്ക് ഇപ്പോൾ അത് ഭംഗിയായി തോന്നി. മീര പതുക്കെ അവന്റെ അരികിലേക്ക് ചെന്നു. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഫോട്ടോ ഉണ്ടല്ലോ തന്റെ ലാപ്ടോപ്പിൽ? ആദ്യം ഒന്ന് ഞെട്ടി. അവൻ തലയുയർത്തി മീരയെ നോക്കി. അവന്റെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. ഓ, നീ തെറ്റിദ്ധരിക്കണ്ട, ആൾക്ക് ഞാൻ എന്റെ പഠനാവശ്യങ്ങൾക്കായിട്ട് എടുത്താ. ചില ആർക്കിടെക്ചർ പ്രൊജക്റ്റുകൾക്ക് ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ചിത്രങ്ങൾ ആവശ്യമാണ്, അതിനുവേണ്ടി എടുത്താ. മീരയ്ക്ക് ചിരി വന്നു. ഓ, അപ്പം ഞാനൊരു ഗ്രാമീണ സൗന്ദര്യമാണല്ലേ? വേറെ കാര്യം കൂടി ചോദിക്കട്ടെ, നിന്റെ ഈ പ്രൊജക്റ്റിന് മരയൊന്നിന്റെ ഫോട്ടോകൾ ആവശ്യമുണ്ടോ? ആ ചോദ്യം കേട്ടതും ആദ്യം അവൾ നോക്കിയത് ചിരിച്ചു. ആ ചിരിയിൽ ഒരു പുതിയ വെളിച്ചമുണ്ടായിരുന്നു. അവൾ വീണ്ടും ഒരു ചെറിയ സ്റ്റൂൾ എടുത്ത് അവന്റെ തൊട്ടടുത്ത് തന്നെ ഇട്ടു. അല്ല, നീ എന്തിനാ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു? അപ്പുറത്ത് പോയിരുന്നു പഠിക്കാൻ നോക്ക്. ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. മീര പതുക്കെ ഒന്ന് ചിരിച്ചു. പഠിക്കാനൊക്കെ സമയമുണ്ടല്ലോ സർ, എനിക്ക് സാറിന്റെ ലാപ്ടോപ്പിലുള്ള ഗ്രാമീണ ചിത്രങ്ങൾ ഒന്നുകൂടി കാണാൻ തോന്നുക. ആദ്യം പതുക്കെ തലയുയർത്തി അവളെ നോക്കി. മീരയുടെ കണ്ണുകളിൽ കുസൃതി ചിരിയുണ്ട്. അച്ഛയെല്ലാം പറഞ്ഞു തന്നു കേട്ടോ, എന്റെ പടം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നോട് കലിപ്പ് കാണിക്കുകയാണല്ലേ? ഈ മറയൊന്നിനുള്ളിൽ പ്രണയിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ. മീര അവർ നോക്കി കണ്ണു ചിമ്മി. ആദ്യം പതുക്കെ എഴുന്നേറ്റ് അവൾ നിനക്കൊരു ചൂടെടുത്തു. സമ്മതിക്കുന്നു, ഞാൻ നിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് പക്ഷെ ഭംഗിയുള്ളതുകൊണ്ടൊന്നല്ല, നിന്റെ ഈ അഹങ്കാരം ഒന്ന് പഠിക്കാൻ വേണ്ടി എടുത്താ. ആദ്യ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷെ അവന്റെ കണ്ണുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അഹങ്കാരോ അതോ ഇഷ്ടോ? മീര വിട്ടുകൊടുത്തില്ല. ഇഷ്ടമാണെങ്കിൽ നീ എന്ത് ചെയ്യും? ആദിയുടെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ മീരയുടെ വാക്കുകൾ മുട്ടി. അവളൊന്ന് പതറി. ആദ്യമായി അവൾ നാണം കൊണ്ട് തലതാഴ്ത്തി. അവർക്കിടയിൽ ആ പ്രണയ നിമിഷം വിരിഞ്ഞു വരുമ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് ഓടി വന്ന്. ബ്രോ, ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേഗം വായോ. ആ പിന്നെ ചേച്ചി, നിന്റെ ആ കിഴവൻ സൈക്കിളിൽ ടയറാരോ പഞ്ചറാക്കിയിട്ടുണ്ട് കേട്ടോ. എന്ത്? എന്റെ സൈക്കിളോ? ആരാ ചെയ്ത്? അച്ചു ആദ്യം ഒന്ന് പാളി നോക്കി. ആദ്യം പതുക്കെ ആകാശം നോക്കി വിസിലടിച്ചുകൊണ്ട് നടന്നുപോയി. മനയോന്തേ, നീ തന്നെയല്ലേ ചെയ്ത്? മീര അതും പറഞ്ഞ അവന്റെ പിന്നാലെ ഓടി. ആ, ഇനി പഞ്ചറായ വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നാളെ മുതൽ എന്റെ കാറിൽ കോളേജിലേക്ക് വരാം. അതൊരു ഗ്രാമീണ സൗന്ദര്യത്തിന്റെ യാത്രയായിരിക്കും. ആദ്യം ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി രാഘവൻ വലിയച്ഛനും മാധവനും ഗൗരവമായിട്ടെന്തോ സംസാരിക്കുന്നത് മീര കേൾക്കാനിടയായി. മാധവ, ആ പഴയ ഇടപാടുകൾ വീണ്ടും തലവെക്കുന്നുണ്ട്. ആദിയുടെ വന്നു നിൽക്കുന്ന ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ എങ്ങനെയും ഇവിടുന്ന് മാറ്റാൻ അവരുടെ പ്ലാന്. മീരയുടെ ഉള്ളിൽ ഒരു ആദി പടർന്നു. ആദിയുടെ ജീവൻ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അവനെന്തിനാണ് ഈ പഴയ തറവാട് തന്നെ പണിയാമെന്ന്? വേറൊരു ആർക്കിടെക്റ്റ് മാത്രമാണ് അവൻ? അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ചിന്തകൾ കാടുകയറാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് ആദിയോട് പിന്നെ ചോദിക്കാമെന്ന് കരുതി അവൾ മനസ്സിൽ നിന്ന് ആ ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു. തറവാടിന്റെ മുകളിലെ തട്ടിൽ പുറത്ത് ആദിയുടെ റൂമിലേക്ക് പോയി. ആദ്യം അവന്റെ പ്ലാനുകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്ന് രാത്രി നല്ല നിലാവുള്ള സമയമായിരുന്നു. ദൂരെ അമ്പലത്തിൽ നേരത്തെ സംഗീതം കേൾക്കാം. മീരമെല്ലാം അങ്ങോട്ടേക്ക് ചെന്നു. അവളുടെ കയ്യിൽ ആദിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചൂട് ചായ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പണിയിലാണോ? ഒന്ന് വിശ്രമിച്ചുകൂടി ഈ മരയൊന്നിന്? മീര പതുക്കെ ചോദിച്ചു. ആദി തലയുയർത്തി അവളെ നോക്കി. നിലാവെട്ടത്തിൽ അവളുടെ മുഖം കൂടുതൽ സുന്ദരമായി തോന്നിയവന് അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. മീര, ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ആദിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു ഗൗരവവും ആർദ്രയും ഉണ്ടായിരുന്നു. എന്താ ആദി? നീ എന്തിനാ എപ്പോഴും എന്നെ പിന്നാലെ നടക്കുന്നത്? ചുമ്മാ വഴക്കുണ്ടാക്കാൻ മാത്രമാണോ, അതോ വേറെ വല്ലതും ആണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. മീരയൊന്ന് പതറി. അവൾ ചായക്കപ്പ് ടേബിളിൽ വെച്ചു. അത് പിന്നെ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. പക്ഷെ ആദി വിട്ടില്ല. അവൻ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. മീരയുടെ ഹൃദയമിടിപ്പ് കൂടി. നിലാവിന്റെ വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ഒന്നായി. തമാശയുള്ള മീര, എനിക്കും എൻ്റെ ഈ പ്ലാനുകളേക്കാൾ ഈ തറവാടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിന്നെയാണ് ഓർമ്മ വരുന്നത്. ഓരോ തവണ നീ എന്നെ മരയോന്തയെന്ന് വിളിക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു ചിരി വരും. നിന്റെ ആ സൈക്കിൾ യാത്രയും ആ തൻ്റെ ഇടവും എല്ലാം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ആദ്യം അവളുടെ കൈകൾ പതുക്കെ ചേർത്ത് പിടിച്ചു. അവന്റെ കൈകളുടെ ചൂട് അവളിൽ ഒരു വിറയിലുണ്ടാക്കി. മീര, ഈ കലിപ്പിന്റെ കൂടെ വരാൻ നിനക്ക് താല്പര്യമുണ്ടോ?
എന്നും എൻ്റെ കൂടെ ഇതുപോലെ വഴക്കിട്ടും ചിരിച്ചും ജീവിക്കാം. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പകരം ആദിയുടെ തോളിലേക്ക് തലയായിച്ചു. ആ നിശബ്ദതയിൽ അവരുടെ പ്രണയം പൂർണ്ണമായി. നീ സമ്മതം മൂളിയാൽ മാത്രം പോരാ, ഇനിയുള്ള യാത്ര അല്പം കഠിനമായിരിക്കും. ഈ തറവാടിന്റെ ശത്രുക്കൾ നമ്മൾ തകർക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാവുമോ? ആദിയോടെ നെറ്റിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടാവും ആദി, മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആദി മീരയോട് പ്രണയം തുറന്നു പറഞ്ഞതിന്റെ പിറ്റേന്ന് രാവിലെ തറവാടിന്റെ നടുമുറ്റത്തൊരു വലിയ ബഹളം കേട്ടാണ് എല്ലാവരും ഉണർന്ന്. വിശ്വനാഥൻ തന്റെ ഗുണ്ടകളുമായി പടിപ്പുര കടന്നു വന്നിരിക്കുന്നു. ഇത്തവണ അയാളുടെ കയ്യിൽ ചില ആധാരങ്ങളും ഉണ്ടായിരുന്നു. രാഘവൻ നായരെ, ഇത് കണ്ടോ? വിശ്വനാഥൻ ഒരു ആധാരം വീശി കാണിച്ചു. ഈ പറമ്പിന്റെ ഒരു ഭാഗം എന്റെ അച്ഛന് പണ്ട് പണം എഴുതി കൊടുത്തതാ. അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇന്ന് മുതൽ ഈ തറവാടിന്റെ പകുതി എന്റേതാ. ഈ പണിക്കാരൻ പയ്യനെ ഇവിടുന്ന് ഇറക്കി വിട്ടോണം. രാഘവൻ നായരും മാധവനും തകർന്നുപോയി. ഇത് ചതിയാ വിശ്വനാഥ. ഈ കടമെല്ലാം ഞങ്ങൾ തീർത്താണല്ലോ. ആദി ശാന്തനായി അങ്ങോട്ടേക്ക് നടന്നു വന്നു. മീര ഭയത്തോടെ അവനെ നോക്കി. ആദി വിശ്വനാഥന്റെ കയ്യിൽ ആധാരം വാങ്ങിയെന്ന് മറിച്ചു നോക്കി. ചതിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കണം വിശ്വനാഥ. ആദി പുച്ഛത്തോടെ പറഞ്ഞു. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന എന്റെ അമ്മമ്മയാ. അവർക്ക് ഈ സ്വത്ത് കൈമാറാൻ അവകാശമില്ലെന്ന് നിയമം പറയുന്നുണ്ട്. കാരണം ഇതിന്റെ യഥാർത്ഥ അവകാശിയായ ദേവകിയമ്മയുടെ മകനാണ് ഞാൻ. അതുവരെ ആരും അറിയാതിരുന്ന ആ രഹസ്യം കേട്ട് വിശ്വനാഥനും നാട്ടുകാരും ഞെട്ടിപ്പോയി. രാഘവൻ നായർ വിശ്വസിക്കാനാവാതെ ആദിയെ നോക്കി. ആദിയുടെ അമ്മ ദേവകിയമ്മ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളായിരുന്നു. ദുരഭിമാനത്തിന്റെ പേരിൽ പണ്ട് നാട് വിട്ടു പോവേണ്ടി വന്നവൾ. തന്റെ കളത്തരം പൊളിഞ്ഞോടെ വിശ്വനാഥൻ അക്രമാസക്തനായി. നീ ഇന്ന് അനുഭവിക്കൂടാ. അയാൾ തന്റെ ആളുകൾക്ക് സിഗ്നൽ നൽകി. ഗുണ്ടകൾ തറവാടിന്റെ പുതുക്കി പണിത ഭാഗങ്ങൾ തറക്കാൻ തുടങ്ങി. അച്ചുവരെ തടയാൻ നോക്കിയെങ്കിലും അവനെ അവർ പിടിച്ചു കളി. മീര അച്ചുവിനെ പിടിക്കാൻ ഓടുമ്പോൾ ഒരു ഗുണ്ട അവളുടെ അടുത്തേക്ക് വന്നു. ആദ്യം അവനെ തടയാൻ നോക്കിയപ്പോൾ വിശ്വനാഥൻ പിന്നിൽ നിന്നൊരു ഇരുമ്പോടി കൊണ്ട് ആദ്യം അടിക്കാനാഞ്ഞു. ആദി സൂക്ഷിക്ക്! മീര അലറി വിളിച്ചുകൊണ്ട് ആദിക്കും വിശ്വനാഥിനും ഇടയിലേക്ക് ചാടി. അടികൊണ്ടത് മീരയുടെ തോളിലായിരുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. മീരയുടെ തോളിൽ നിന്ന് രക്തം വരുന്ന കണ്ടതും ആദിയുടെ കണ്ണുകളിൽ രാക്ഷസീയ ഭാവം വന്നു. തന്റെ പ്രണയത്തെ തൊട്ടവനാവും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആദിയുടെ ഓരോ ഇടിയും വിശ്വനാഥന്റെ അഹങ്കാരത്തെ തകർക്കുന്നതായിരുന്നു. അച്ചു ഒപ്പം കൂടി. ഗുണ്ടകൾ പേടിച്ചോടി. മീരയെ ഉടനെ തന്നെ ടൗണിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവളുടെ പരിക്ക് ഗുരുതരമല്ലെങ്കിലും അവൾക്ക് ബോധം വന്നിരുന്നില്ല. രാഘവൻ നായർ വന്ന് ആദിയുടെ തോളിൽ കൈവച്ചു. എനിക്ക് മാപ്പ് തരണം ആദി. നീ ദേവകിയുടെ മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ വന്നത് ഈ തറവാട് രക്ഷിക്കാനാണെന്ന് വൈകിയ എനിക്ക് മനസ്സിലായത്. ആദ്യമൊന്നും മിണ്ടിയില്ല. അവൻ മീരയെ മാത്രം നോക്കി നിന്നു. അവൾ തനിക്ക് വേണ്ടി അടിയേറ്റ് വാങ്ങിയത് അവനെ വല്ലാതെ നോവിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് മീര പതുക്കെ കണ്ണുറന്നു. ആദിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. മറിയോന്തേ, എന്തിനാ ഇത്രയും സങ്കടം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മീര വേദനക്കിടയിലും ചിരിക്കാൻ ശ്രമിച്ചു. ആദ്യം അവളുടെ കൈകൾ തന്റെ കവിളിനോട് ചേർത്ത് വെച്ചു. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? നീ എന്തിനാ എനിക്ക് മുമ്പിലേക്ക് ചാടിയത്? നിനക്ക് വേദനിച്ച നിനക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേദനിക്കും ആദി. മീരയുടെ വാക്കുകളിൽ പ്രണയം തുളുമ്പി നിന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നീലാംബരി തറവാട് അതിന്റെ പൂർണ്ണ പ്രതാപത്തോടെ പുതുക്കി പണിത് കഴിഞ്ഞിരിക്കുന്നു. വിശ്വനാഥൻ ജയിലിലായി. തറവാടിന്റെ പടിപ്പുരയിൽ ഒരു വലിയ ബോർഡ് വെച്ചു. ആദിത്യനാൻ മീര ആർക്കിടെക്ട്സ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്നു. ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ആദിയുടെയും മീരയുടെയും കല്യാണമാണിന്ന്. നീലാംബരി തറവാട് പൂക്കളാലും ദീപങ്ങളാലും അലങ്കൃതമായിരുന്നു. നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ഗ്രാമം മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. പക്ഷെ എല്ലാവരും കാത്തിരുന്ന് ഒരാൾക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ വരവ്. പടിപ്പുര കടന്നൊരു കാറ് വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയത് വെള്ള സാരി ഉടുത്ത് പ്രസന്നമായ മുഖമുള്ള ദേവകി അമ്മയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ണീരോടെ പടിയിറങ്ങിയ ആ മകൾ ഇന്ന് തന്നെ മകന്റെ കൈ പിടിച്ച് മടങ്ങിയെത്തിയിരിക്കുന്നു. രാഘവൻ നായരും സരസ്വതി അമ്മയും വിശ്വനാഥനും ചേർന്ന് അവരെ നിറവറയും വിളക്കും നൽകി സ്വീകരിച്ചു. ദേവകി അമ്മ മീരയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്റെ മകൻ തെരഞ്ഞെടുത്ത് ഒരു രത്നത്തെ തന്നെയാണല്ലോ. ആരുടെ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞു. തറവാടിന്റെ നടുമുറ്റത്ത് വെച്ച് ആദ്യം മീരയുടെ കഴുത്തിൽ താലിയാർത്തി. തുളസിക്കതിരിന്റെ ഗന്ധമുള്ള ആ മുഹൂർത്തത്തിൽ മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അച്ചുവും കൂട്ടുകാരും ചേർന്ന് ആ നിമിഷം ആഘോഷമാക്കി. മറിയോന്നി എന്ന് തമാശയ്ക്ക് വിളിച്ചിരുന്നവൻ ഇന്ന് അവളുടെ ജീവിതപാതയായി മാറിയിരിക്കുന്നു. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. അച്ചു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബ്രോ, ഫോട്ടോ എടുക്കുമ്പോൾ ആ മറിയോന്നിനെ കൂടി ഉൾപ്പെടുത്തണേ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മഴ പെയ്തോർന്ന നീലാംബരിയുടെ മുറ്റത്ത് ഒരു പുത്തൻ പ്രണയത്തിന്റെ മണം പരന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞ് രാത്രിയായി. ആദി തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് വാതിൽ മുമ്പിൽ ഒരു തടസ്സം. അച്ചോടെ കൈകെട്ടി നിൽക്കുന്നുണ്ട്. അവനൊപ്പം മീരയുടെ കൂട്ടുകാരികളായ രശ്മി നീതും വായുബുദ്ധി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എന്താടാ അച്ചു, വഴിയിലൊരു ടോൾ ഗേറ്റ് ഉണ്ടല്ലോ? ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബ്രോ, വെറുതെ അകത്തേക്ക് കയറാന്ന് വിചാരിക്കണ്ട. ഈ തറവാടിന്റെ ഐശ്വര്യമായ മീരയെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരണമെങ്കിൽ ഒരു ചെറിയ തുക നഷ്ടപരിയായിട്ട് നൽകേണ്ടി വരും, അച്ചു ഗൗരവത്തിൽ പറഞ്ഞു. മീര പിന്നിൽ നിന്ന് കണ്ണുരുട്ടി കാണിച്ചു.
റാശു മര്യാദക്ക് മാറിന്നോ, ഇല്ലെങ്കിൽ നിന്റെ പോക്കറ്റ് മണി ഞാൻ കട്ട് ചെയ്യും. അതൊക്കെ പഴയ മീര, ഇതിപ്പോ ആദ്യ ബ്രോയുടെ കാര്യം. ബ്രോ ഒന്നെങ്കിലും ഒരു പാട്ട് പാടണം, അല്ലെങ്കിൽ ആ കാറിന്റെ കീ എനിക്ക് തരണം. ഏതാ വേണ്ട? അച്ചു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യ പതുക്കെ മീരയെ നോക്കിയെന്ന് ചിരിച്ചു. എന്നിട്ട് അവന്റെ വാലറ്റിൽ നിന്നൊരു നോട്ടിട്ടെടുത്ത് അച്ചുവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത് നീ വെച്ചോ, എന്നിട്ടൊരു ഐഫോൺ വാങ്ങിക്കോ. ഇനിയെങ്കിലും എന്നെ ഒന്ന് സമാധാനമായിട്ട് വിടുവോ? അച്ചുവിന്റെ കണ്ണുകൾ വിടന്നു. ബ്രോ നിങ്ങൾ പൊളിയാണ്. ചേച്ചി നീ ഭാഗ്യവതി കേട്ടോ, ഇത്രയും വലിയൊരു മരയൊന്നിന് കിട്ടിയില്ലേ? അതും പറഞ്ഞ് അച്ഛനും കൂട്ടുകാരും പണം വാങ്ങി ചിരിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയതും ആദ്യവനെ പുറകിൽ നിന്ന് വിളിച്ചു. നിക്ക്, ഒരു കാര്യം കൂടി. എന്താണ് ബ്രോ? ഇന്ന് രാത്രി നിന്റെ ആ ഫോണിലെ ഗെയിമിന്റെ ശബ്ദം കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ മറയോന്ന് വന്ന് നിന്റെ ഫോൺ വിഴുങ്ങും. ആദ്യം കണ്ണു ചിമ്മി. അച്ഛൻ ചമ്മിപ്പോയി. ശരി ബ്രോ, ഞാനിന്ന് ഈ ഏരിയയിലേക്കില്ല. അവൻ തലയും ചൊറിഞ്ഞ് ഓടിപ്പോയി. അച്ഛവും സംഘവും പോയതോടെ ആദ്യ മുറിയിലേക്ക് കയറി കഥകടച്ചു. ജനാർക്കൽ നിൽക്കുകയായിരുന്ന മീരയുടെ അരികിലേക്ക് ആദ്യ പതുക്കെ നടന്നു ചെന്നു. കണ്ണാടിയിലൂടെ അവൾ അവനെ നോക്കി. ആദ്യ പതുക്കെ അവളുടെ തോളിൽ കൈവച്ച്. മീരയുടെ ഉള്ളിൽ ഒരു ചെറിയ വിറയൽ പാഞ്ഞുപോയി. എന്താ മിസ്സിസ് ആദിത്യൻ, ഇപ്പോഴും നിന്റെ മനസ്സിൽ എനിക്ക് ആ പഴയ കലിപ്പൻ ലുക്ക് തന്നെയാണോ? ആദ്യം അവളുടെ കാതോരം മന്ത്രിച്ചു. മീര പതുക്കെ തിരിഞ്ഞെന്ന് അവന്റെ ഷർട്ടിലെ ബട്ടൺസിൽ വിരലോടിച്ചു. കലിപ്പനല്ല, എന്റെ പ്രിയപ്പെട്ട മരയോന്ത്. പക്ഷെ ഇന്നീ മരയോന്തിന്റെ നിറം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം അവളെ ചേർത്ത് പിടിച്ചു. ഇന്ന് പ്രണയത്തിന്റെ നിറമാണ് മീര, നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്ന അതേ നിറം. അവനവളുടെ മുടിയിഴകൾ പതിയെ വകഞ്ഞു മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഒരു തർക്കത്തിൽ നിന്നാണ്. ഒരു കറുത്ത കാറും കുറച്ച് ചെളിവെള്ളവും നിന്റെ ആ ശാഠ്യവും. അതെന്നെ ഇത്രയും ദൂരത്തേക്കൊന്നും ഞാൻ കരുതിയില്ല. ആ പോറൽ വീഴ്ത്തി കാറിപ്പോഴും ഗ്യാരേജിലുണ്ടോ? മീര കുസൃതിയോടെ ചോദിച്ചു. ഉണ്ട്, ആ പോറൽ മാറ്റാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. കാരണം അതായിരുന്നല്ലോ നമ്മുടെ പ്രണയത്തിന്റെ ആദ്യത്തെ കയ്യൊപ്പ്. ആദ്യം അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. മീര അവന്റെ നെഞ്ചിലേക്ക് തലയായിച്ചു. ആദ്യം അവളെ വാരിയെടുത്ത് കട്ടിലേക്ക് ഇരുത്തി. നിലാവട്ടത്തിൽ ആ മുറിയിലെ വിളക്കുകൾ അണഞ്ഞു. പ്രണയത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് അവർ രണ്ടുപേരും പതുക്കെ നടന്നു നീങ്ങി. പുറത്ത് പതുക്കെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അത് വെറും ഒരു മഴയായിരുന്നില്ല, പ്രണയത്തിന്റെ കുളിരുള്ള അനുരാഗ പെയ്ത്തായിരുന്നു.